ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം നമ്മുടെ കുറ്റ്യാടി MLA കുഞ്ഞമ്പുകുട്ടി ആശയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി തന്നെയാണ്. കാരണം എൻ്റെ ഉപ്പാൻ്റെ അനുജ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. തിരുവള്ളൂർ വാപ്പാറയാണ് സ്ഥലം. അപ്പോൾ മരണാനന്തര ചടങ്ങെല്ലാം കഴിയുന്ന അന്ന് രാത്രി അദ്ദേഹം ആ വീട്ടിൽ വരികയും ആ കുടുംബത്തോടൊപ്പം കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഞാനിത് പറയാനുള്ള കാരണം, ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഭയങ്കര സംഭവിക്കും. ഈ സെൽഫി എടുക്കാനും കുട്ടികളെടുക്കാനും ഭയങ്കര സെറ്റപ്പായിട്ടുണ്ടാവും. പിന്നെ അവരെ കാണണമെങ്കിൽ അടുത്ത 5 വർഷം കഴിയും, അടുത്ത തിരഞ്ഞെടുപ്പ് വരണം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹിച്ച ഒരു MLA ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. ഞാൻ വിചാരിക്കുന്ന, ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു MLA ഒരു MP ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ ഇദ്ദേഹം ഒരു അകമ്പടിയോ ഒരു ആരവങ്ങളോ അതേ സ്ഥാനത്ത് ഒരു ചെറിയൊരു നേതാവ് പോലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും നേരെ ആ മരണ വീട്ടിൽ വന്ന് ആ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം പങ്കുചേർന്ന് അദ്ദേഹം തിരിച്ചു പോകുന്നൊരു കാഴ്ച ഉണ്ടായി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഒരു MLA, ജനപ്രതിനിധി എന്നെല്ലാം പറയുന്നത്. കാരണം ഇതേപോലത്തെ ഒരാളെ ഞാൻ കണ്ടില്ല. എൻ്റെ മനസ്സിൽ സത്യസന്ധമായിട്ട് പറയുന്നതാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ജനപ്രതിനിധികളാണ് നമ്മൾ എന്താക്കേണ്ടത്, വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടേണ്ടത്. കാരണം ഇതേപോലെ എന്നെപ്പോലെ തന്നെ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അന്ന് ആ വീട്ടിലുള്ള ആൾക്കാരും ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. പക്ഷേങ്കിൽ ഞാനിതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് മാത്രം. അപ്പം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ജനപ്രതിനിധികളെ ജയിപ്പിച്ചിടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണക്കാരിൽ സാധാരണ പാവപ്പെട്ടവനെന്നോ പൈസക്കാരനൊന്നും ഇല്ലാതെ, അതേപോലെ ഏറ്റവും താഴ്ന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വീടുകളിലും വരുന്ന ഒരു MLA MP എല്ലാം നമുക്ക് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരു വലിയൊരു ഷോപ്പ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ചെയ്തിട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് വരുന്നൊരു MLA MP ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെ MLA-മാരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലത്തെ MLA-മാരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.